നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്താ ഇപ്പൊ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നേന്ന്? മോളെ, അവൾ ഇനി ചെയ്യില്ല അങ്ങനെയൊന്നും. അമ്മ എന്തിനാ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നേ? അമ്മ കണ്ടതല്ലേ, എന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടവരുടെ മുന്നിൽ ഞാൻ ഇന്ന് തല താഴ്ത്തി നിന്നു. എന്താ മോളെ ഉണ്ടായേ? സത്യടമ്മ എന്നോട് ക്ഷമിക്കണം. ആരും അറിയാതെ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു. സത്യക്ക് മാത്രമേ അതറിയായിരുന്നുള്ളൂ. മോളെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാ. വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയാ. വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങിയ വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിക്കുമല്ലോ. എങ്കിലത് ഇവരോടുകൂടി പറമോളെ. ഇല്ലെങ്കിൽ മോളുടെ സത്യയുടെ അമ്മ പോലീസും ഉണ്ടാവും. വിഷ്ണു, അമ്മേ, അമ്മ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? ഇതിൽ ശാലിനിക്കോ ഇവിടെയുള്ളവർക്കോ യാതൊരു പങ്കുമില്ല. മോളെ, മോള് ധൈര്യമായിട്ട് പറഞ്ഞു. സാറേ, സത്യയുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ. ഇവർക്കൊന്നും അറിയില്ല ഞാനിവിടെ നിന്ന കാര്യം. സത്യയുടെ മുറിയിലാ ഞാൻ കഴിഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ പപ്പിയെ സപ്പോർട്ട് ചെയ്തതാ. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ അല്ലേ? സർ, ഈ കുട്ടികൾ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ഇപ്പൊ തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യണം. അവളുടെ വീട്ടിൽ നിന്ന് പപ്പിമോളെ കിട്ടിയതെന്ന് ഓർക്കണം. മാഡം, പ്രോട്ടോകോളും റൂൾസും ഞാൻ ACPക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. ഒരൊറ്റ കോള് ഫോണിൽ നിന്ന് പോയാ മതി. മാഡം, അത് പിന്നെ സാർ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇത് പണിയാവും. കുട്ടികൾ ചില്ലറക്കാരില്ല. അവരേത് കോടതിയിലും വന്ന് പിള്ളേര് സാറിനെതിരെ മൊഴി കൊടുക്കും, പുലിവാല് പിടിക്കും. സോറി മാഡം. സത്യാമ്മേ, ദൈവമേന്ന് വിളിച്ചോണ്ട് എന്റെ അമ്മ ഓരോ ദിവസവും എഴുന്നേക്കുന്നത്. ആ വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് ഞങ്ങള് 3 മക്കളെയും അമ്മ പഠിപ്പിച്ചേക്കുന്നത്. സ്വയം ഒരുക്കി തീർന്നാലും മറ്റുള്ളവർക്ക് വെളിച്ചമാവാൻ ഈ ശാലിനി ശ്രമിക്കൂ. അത് സ്വന്തം ജീവൻ പോയാലും. വിളിച്ചോണ്ട് പൊയ്ക്കോ അവളെ. ഇനി ഇവിടെ എന്ത് കാണാൻ നിൽക്കുക? കണ്ണൊന്നും മതിയായില്ല നിനക്ക്? നിന്നോടല്ലേ പറഞ്ഞു വരാൻ? കാറി കയറ്. പാടി ഇങ്ങോട്ട്, പാടി. ദേ പപ്പി, കളിക്കാതെ വണ്ടി കയറാനാ പറഞ്ഞത്. വിഷ്ണു അച്ഛന്റെയും കാർത്തിക് ആന്റിയുടെയും കല്യാണം നടത്തില്ലെന്ന് വാക്ക് തന്നാലേ ഞാൻ വണ്ടി കയറത്തുള്ളൂ. പപ്പി, നല്ല ചുട്ടാടി വാങ്ങി നീ എന്റെ കയ്യിൽ നിന്ന്. വാടി ഇങ്ങോട്ട്. കേറാനല്ലേ പറഞ്ഞേ? അമ്മ വേണ്ട,
എന്ന് കരുതി ഇവിടെ അങ്ങ് നിർത്തിയിട്ട് പോണോടാ. വിടടാ അങ്ങോട്ട്. വാടി ഇങ്ങോട്ട്. സത്യം നിന്റെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. കേറി വണ്ടിയില്. എടി കേറങ്ങോട്ട്. കേറിയിരിക്കടി. വിഷ്ണു വന്ന് കേറ. സത്യേ അവിടെ നിക്ക. ശാലിനി എന്താ ഇതൊക്കെ? എന്താണെന്ന് മോളെ, ഇനി ഒരു ചോദ്യം പറച്ചിലും ഒന്നും വേണ്ട. അല്ലാതെ തന്നെ പോലീസിനെ ആൾക്കാരെയൊക്കെ കണ്ട് കൊച്ചു പേടിച്ചിരിക്കുക. അല്ലെങ്കിൽ തന്നെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛൻ മാറ്. അച്ഛനോട് മാറാനാ പറഞ്ഞത്. മാറി നിൽക്കാനല്ലേ പറഞ്ഞ? ശാലിനി, നീ ഇതെന്ത് ഭാവിച്ച? അച്ഛനും അമ്മയും കൂടി ലോണിച്ച് തന്നെ അതെ ഇവിടെ ഇത്രയും വഷളായത്. അത് അമ്മയ്ക്കറിയോ എന്റെ മുഖത്ത് നോക്കിയാ ഇവള് കള്ളം പറയുന്നേ. ഇവളെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല. നിന്റെ ചോദ്യം പറച്ചിലും കേട്ട മോളെന്തോ വലിയ കുറ്റം ചെയ്ത പോലെ ഉണ്ടല്ലോ. വലുതായാലും ചെറുതായാലും കുറ്റം കുറ്റം തന്നെയാണ് അച്ഛാ. കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തുടങ്ങുമ്പോഴേ അത് തിരുത്തണം. ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തോന്നണ വഴിക്ക് പോവും. സത്യ, ഇങ്ങോട്ട് നീങ്ങി നിക്ക. ഇങ്ങോട്ട് നീങ്ങി നിക്ക. ഞാൻ എന്താ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നെ? എന്താന്ന്? തല പോയാലും കള്ളം പറയരുതെന്ന്. എന്നിട്ട് എന്താടി നീ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നെ? പറയാൻ നീ എന്താ ഇപ്പൊ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്? മോളെ, അവൾ ഇനി ചെയ്യില്ല അങ്ങനെയൊന്നും. അമ്മ എന്തിനാ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നേ? അമ്മ കണ്ടതല്ലേ എന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടവരുടെ മുന്നിൽ ഞാൻ ഇന്ന് തല താഴ്ത്തി നിന്നു. ആര് കാരണ? ദേ എന്റെ പുന്നാര മോള് കാരണം. പോട്ടെ, ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടികൾ കാണിക്കുന്ന പണിയാണോ അമ്മ ഇവള് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.